ഇന്നലെ വൈറ്റ് ഹൌസിൽ ട്രംപും നെതന്യാഹുവും നടത്തിയ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുകയായിരുന്നു ലോകം. നേരം വൈകുന്നേരത്തിൽ നമ്മൾ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന കൂടിക്കാഴ്ചയാകും ഇതെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ഈ കൂടിക്കാഴ്ച അവസാനിക്കുമ്പോൾ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ പ്രകടമായ വിള്ളലുകൾ തെളിയുന്നു എന്നതാണ് വിലയിരുത്തലുകൾ. മുൻകാലത്ത് ലഭിച്ച ഊഷ്മള സ്വീകരണം ഇത്തവണ നെതന്യാഹുവിന് ലഭിച്ചില്ല. തന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്ന ട്രംപ് കാർഡിന് പഴയ ശക്തി നഷ്ടപ്പെടുന്നത് നെതന്യാഹുവിന് തിരിച്ചടിയാണ്. എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ഈ ഘട്ടത്തിൽ ലോകം. യുദ്ധം തുടരണമെന്ന അഭിപ്രായവുമായി എത്തിയ നെതന്യാഹുവും യുദ്ധക്കൊതിയടങ്ങാത്ത ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലെ വൈറ്റ് ഹൌസിൽ നടന്നത്. അതിനെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയത്. പശ്ചിമേഷ്യയിലെ ഭാവി എന്താകുമെന്നറിയാൻ. ഇറാനെതിരെ സംയുക്ത സൈനിക നീക്കം ആരംഭിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ആദ്യമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. വൈറ്റ് ഹൌസിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇറാനിലെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ നടന്നു. അടച്ചിട്ട മുറിയിൽ 90 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന ചർച്ചകൾ മികച്ചതെന്ന് നെതന്യാഹു പ്രതികരിച്ചു. അതേസമയം കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നേതാക്കൾ പരസ്യപ്പെടുത്തിയില്ല. അതുകൊണ്ടുതന്നെ ഇതെങ്ങനെ പശ്ചിമേഷ്യയിൽ പ്രതിഫലിക്കുമെന്നറിയാൻ ട്രംപിന്റെ പുതിയ പ്രസ്താവനയോ പുതിയ പ്രവൃത്തിയോ ഒക്കെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ലോകം. എന്നാൽ ഇരു നേതാക്കൾക്കുമിടയിലെ വിള്ളൽ വ്യക്തമാക്കുന്ന നിരവധി കാര്യങ്ങൾ കൂടിക്കാഴ്ചയിലുണ്ടായി. കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹുവിനോടുള്ള തന്റെ അതൃപ്തി ട്രംപ് പ്രകടമാക്കിയിരുന്നു. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ ഭൂഗർഭ ആണവ നിലയം വീണ്ടും പുനർനിർമ്മിക്കുന്നുവെന്ന ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ നെതന്യാഹു മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു ട്രംപിന്റെ രൂക്ഷമായ പ്രതികരണം. എനിക്കത് നെതന്യാഹു പറഞ്ഞു തരേണ്ടതില്ല എന്നതാണ് ട്രംപ് ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. താൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നെതന്യാഹു ഇത് പറയുന്നത് എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. നേരിട്ട് ചർച്ച ചെയ്യേണ്ട തന്ത്രപ്രധാനമായ വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയതിലും ട്രംപ് പരസ്യമായി അമർഷം പ്രകടിപ്പിച്ചു. തണുപ്പൻ സ്വീകരണത്തിൽ തുടങ്ങുന്നു വിയോജിപ്പിന്റെ സ്വരം. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ആരംഭിച്ച സംയുക്ത സൈനിക നടപടികൾക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു വൈറ്റ് ഹൌസിലേത്. മുൻകാല സന്ദർശനങ്ങളിൽ ലഭിച്ചിരുന്ന ഊഷ്മളമായ സ്വീകരണത്തിൽ നിന്നും വലിയ മാറ്റത്തോടെയായിരുന്നു ഇത്തവണ നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് തന്നെ നീണ്ട ഒരു കാത്തിരിപ്പ് നെതന്യാഹുവിന് വേണ്ടി വന്നു. ആഴ്ചകളോളം നീണ്ട നയതന്ത്ര പരിശ്രമങ്ങൾക്കൊടുവിലാണ് നെതന്യാഹുവിന് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം ലഭിച്ചത് തന്നെ. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാതെ തികച്ചും രഹസ്യ സ്വഭാവത്തോടെയായിരുന്നു കൂടിക്കാഴ്ച. സാധാരണ നയതന്ത്ര പ്രോട്ടോകോളുകളിൽ നിന്ന് വ്യത്യസ്തമായി വൈറ്റ് ഹൌസിന്റെ പാർശ്വ കവാടത്തിലൂടെയാണ് നെതന്യാഹു അകത്ത് പ്രവേശിച്ചത്. ഉഭയകക്ഷി ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എന്നിവരും പങ്കെടുത്തു. നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയപ്പോൾ ഏറെ തണുപ്പൻ സ്വീകരണമാണ് കിട്ടിയത്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം നെതന്യാഹു നടത്തുന്ന 7ാമത്തെ അമേരിക്കൻ സന്ദർശനമാണിതെങ്കിലും ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം മുൻപെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല വിലയിരുത്തലുകളും അങ്ങനെയാണ്. ഇസ്രയേലിനെയും യുക്രൈനെയും ശക്തമായി പിന്തുണച്ചിരുന്ന US സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു കൂടി വേണ്ടിയാണ് നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയത്. ചടങ്ങിനെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും വൈറ്റ് ഹൌസിലെത്തി ട്രംപിനെ സെലൻസ്കി കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ സെലൻസ്കിയും ഒപ്പം തന്നെ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയെന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ട്രംപിന്റെ മൗനവും ചർച്ചയാവുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭിന്നമായ സന്ദേശങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും പുറത്തുവന്നത്. കൂടിക്കാഴ്ച മികച്ചതായിരുന്നു എന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോളിൻ ലെവിറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചപ്പോൾ ഇരുവരും തമ്മിൽ നടന്ന ചർച്ചയെ മികച്ച ചർച്ചകളിലൊന്ന് എന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചോ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചോ ട്രംപ് ഔദ്യോഗികമായി കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറായില്ല. മേഖലയിലെ സൈനിക നടപടികളിലും നയതന്ത്ര സമീപനങ്ങളിലും ഇരു നേതാക്കളും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയായാണ് നിരീക്ഷകർ
ട്രംപിന്റെ ഈ മൗനത്തെ വിലയിരുത്തിയത്. നേരത്തെ തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നതിനെതിരെ നെതന്യാഹുവിന്റെ എതിർപ്പിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അമേരിക്ക എന്തായുധം ആർക്ക് വിൽക്കണമെന്ന് ആരും തന്നോട് നിർദ്ദേശിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതിനു മുൻപ് തങ്ങളില്ലായിരുന്നുവെങ്കിൽ നെതന്യാഹുവും ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല എന്ന പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇറാനിലെ നടക്കുന്ന സംയുക്ത ആക്രമണത്തിന് ശേഷം പല വിഷയങ്ങളിലും ഇസ്രയേലുമായി അഭിപ്രായ വ്യത്യാസം ട്രംപിനുണ്ട് എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. നെതന്യാഹുവിനെതിരെ പരസ്യമായി ട്രംപ് പ്രതികരിക്കുന്നതും കണ്ടിരുന്നു. അതിനുശേഷം ആ വിള്ളൽ മാറിയിട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പുറത്തു വരുന്നത്. നെതന്യാഹുവിന്റെ ട്രംപ് കാർഡ് ഇസ്രയേലിൽ പഴയ ശക്തി നഷ്ടപ്പെടുകയാണോ എന്ന സംശയങ്ങൾക്കാണ് ഇത് ഇട നൽകുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറെക്കാലമായി അമേരിക്കയുമായുള്ള തന്റെ അടുത്ത രാഷ്ട്രീയ വ്യക്തിപരമായ ബന്ധത്തെ രാജ്യത്തിന് താൻ അനിവാര്യനാണെന്നത് തെളിയിക്കുന്നതിനു വേണ്ടി അവതരിപ്പിച്ചു വരികയായിരുന്നു. ബാല്യത്തിന്റെ വലിയൊരു ഭാഗം അമേരിക്കയിൽ ചെലവഴിച്ചതിനാൽ അമേരിക്കൻ ഉച്ചാരണ ശൈലിയിൽ സംസാരിക്കുന്ന നെതന്യാഹു അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തന്റെ പ്രത്യേകമായ അറിവ് ഉപയോഗിച്ച് വിവിധ അമേരിക്കൻ പ്രസിഡന്റുമാരെ സ്വാധീനിക്കുകയും ഇസ്രയേലിനും തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും അവരുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തുവെന്ന വിലയിരുത്തലുകളുണ്ട്. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനും ഇസ്രയേലിനും ഏറ്റവും അനുകൂലമായ അമേരിക്കൻ പ്രസിഡന്റായി മാറിയതായി തോന്നിപ്പിച്ചിരുന്നു പല ഘട്ടങ്ങളിലും. പ്രത്യേകിച്ച് ഇറാനെതിരെ ഇസ്രയേലിനൊപ്പം സംയുക്ത സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ തയ്യാറായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് മാറിയതോടെയാണ് ഈ വിലയിരുത്തൽ ശക്തമായത്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുകയും ഇസ്രയേലിന്റെ അഭിപ്രായം തേടാതെയും മധ്യപൂർവ്വദേശത്ത് ട്രംപ് ചില കരാറുകളിലേക്ക് നീങ്ങുകയും അമേരിക്കയിൽ ഇസ്രയേലിനെതിരായ വിമർശനം ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്ന ട്രംപ് കാർഡ് പഴയ ശക്തി നഷ്ടപ്പെടുകയാണ് എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇസ്രയേലിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഈ അകൽച്ച ബാധിക്കുമോ എന്ന സംശയം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു അമേരിക്കയുമായുള്ള തന്റെ പ്രത്യേക ബന്ധം വീണ്ടും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമെങ്കിലും അത് മുൻകാലത്തെ പോലെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് കരുതുന്നത്. നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം പോലും അതായിരുന്നു. പക്ഷേ അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ട്രംപ് ഇനിയും നെതന്യാഹുവിനെ ശക്തമായി പിന്തുണയ്ക്കുമോ എന്നത് വ്യക്തമല്ല എന്നും യുദ്ധകാലത്ത് മികച്ച നേതൃത്വം നൽകിയ വ്യക്തിയെന്ന് പ്രശംസിക്കുകയൊക്കെ ചെയ്താൽ പോലും ഇസ്രയേലിന് പുതിയ നേതൃത്വത്തിന്റെ സമയമായി അല്ലെങ്കിൽ ഇനി പുതിയ നേതൃത്വം വേണമെന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് എത്തുമെന്നുമാണ് കരുതപ്പെടുന്നത്. മറ്റ് ഇസ്രയേൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പുതിയ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കാൻ ട്രംപ് മുതിർന്നേക്കും എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. ഈ അകൽച്ച അതിനു മാത്രം പോകുന്നതാണ് എന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തുന്ന വിലയിരുത്തലുകളിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചതിക്കുന്ന വ്യക്തിയാണ് ട്രംപ് എന്ന് പല ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. എന്നാലും അമേരിക്കയ്ക്ക് ഇസ്രയേലുമായുള്ള ബന്ധം വളരെ പ്രത്യേകതകളുള്ളതാണ്. അത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ കഴിയുന്നതുമല്ല. പക്ഷേ നെതന്യാഹുവുമായി ട്രംപ് അകലുന്നു എന്നതിന്റെ സൂചനകൾ ട്രംപ് തന്നെ നൽകിയിരുന്നു. അത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴും തുടരുന്നു എന്നതാണ് സാഹചര്യം. ട്രംപിന്റെ നിലനിൽപ്പിന് ഈ യുദ്ധം പ്രത്യേക സാഹചര്യത്തിൽ എത്തിക്കേണ്ട വലിയ അത്യാവശ്യമുണ്ട്. അതിന് വഴങ്ങാത്ത നെതന്യാഹുവിന്റെ നടപടികളിൽ ട്രംപിന് വലിയ അസ്വസ്ഥതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ നെതന്യാഹുവിനും ആവശ്യം തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നതാണ്. എന്തായാലും എങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നത് കാത്തിരുന്ന് കാണാം.